അനുദപിക്കാതിരുന്നത്. ദാറ്റ് മീൻസ് ആ ദൂതന്മാരുടെ മേലും അധികാരമുള്ളവനാണ് ആര്? യേശു. എൻ്റെ അടുത്ത് തൂങ്ങിക്കിടക്കുന്ന ഈ യേശു കർത്താവ് അവൻ പറഞ്ഞതുപോലെ തന്നെ മശിഹയാണ് എന്നുള്ള യാഥാർത്ഥ്യം അവൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് അവന് ദൈവഭയം ഉണ്ടാകുന്നത്. അവൻ ദൈവഭയം ഉണ്ടായതുകൊണ്ടാണ് അനുതാപമുണ്ടായത്. ഒരു കാര്യമുണ്ട്, ദൈവഭയമാണ് സകല അനുതാപത്തിൻ്റെയും ആദ്യത്തെ പടി എന്ന് പറയുന്നത്. ദൈവഭയമില്ലെങ്കിൽ ആരും അനുതപിക്കത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ യോഗങ്ങളിലും മീറ്റിങ്ങുകളിലും ഒക്കെ ആളുകൾക്ക് അനുതാപം ഉണ്ടാകാത്തതിൻ്റെ കാര്യം എന്നറിയാമോ? ദൈവഭയം ഉണ്ടാകുന്നില്ല. ഇവിടെയാണ് അത്ഭുതത്തിൻ്റെ മറ്റൊരു പ്രശ്നം. അത്ഭുതങ്ങളിൽ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നത് കൗതുകമാണ്, അല്ലാതെ ദൈവഭയമല്ല. ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അത്ഭുതങ്ങളിൽ പലപ്പോഴും ഉണ്ടാകുന്നത് എന്താണ്? ഒരു കൗതുകം. ആഹാ, കൊള്ളാമല്ലോ, ഇങ്ങനെയൊക്കെയാണല്ലേ, കൗതുകം. അവിടെ എന്തുണ്ടാകുന്നില്ല? ദൈവഭയം ഉണ്ടാകുന്നില്ല. ദൈവഭയം ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് അനുതാപം ഉണ്ടാകും. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പത്രോസിന്റെ അനുതാപകഥ നമ്മൾ വായിക്കുമ്പോൾ ആദ്യം നടക്കുന്നത് അത്ഭുതമാണ്. ആ മീൻപിടുത്തത്തിൽ സകലരും സംഭ്രമിച്ചു എന്നെഴുതിയിട്ടുണ്ട്. സംഭ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്റ്റോണിഷ്ഡ്, അല്ലെങ്കിൽ അവരെല്ലാം എന്താണ്, അങ്ങ് ആശ്ചര്യചകിതരായി തീർന്നു. ആശ്ചര്യമുണ്ടായി. ആശ്ചര്യമുണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആശ്ചര്യം കൊണ്ട് അനുതാപം ഉണ്ടാകത്തില്ല. അനുതാപം ഉണ്ടാകുന്നത് ദൈവഭയം ഉണ്ടാകുമ്പോഴാണ്. പത്രോസ് വലിയ മീൻപിടുത്തം കിട്ടിയപ്പോൾ ആദ്യം സന്തോഷിച്ചു. എന്നിട്ട് അവൻ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അവൻ എന്താ പറയുന്നത്? നമ്മളൊക്കെ ആണെങ്കിൽ പറഞ്ഞേനെ, എന്താ കർത്താവേ, ഇനി മേലാൽ ഞാൻ നിന്നെ ഇട്ട ജംഗം പോകത്തില്ല, ഇത്രയും മീൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇനി എന്നും നിൻ്റെ കൂടെ എന്നേ നമ്മളാരും പറയത്തുള്ളൂ. നമ്മൾ പ്രസംഗിക്കുമ്പോഴും പറയുന്നതാണ്, നിനക്ക് മീൻ തരുവാൻ കഴിവുള്ളവനായ ദൈവത്തെ നീ ഇട്ടേച്ച് പോകരുതെന്ന്. പക്ഷേ പത്രോസ് പറയുന്നത്, കർത്താവേ, എന്നെ വിട്ടുപോകണമെന്നാണ്. അതായത് നീ എന്നെ വിട്ടുപോകണമേ. എന്തുകൊണ്ട് വിട്ടുപോകണം? ഞാൻ പാപിയായ ഒരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ. പാപിയായ മനുഷ്യനായതുകൊണ്ട് അവനെന്തിനാ, യേശു എന്തിനാ വിട്ടേച്ച് പോകുന്നത്? പാപിയായ മനുഷ്യനായതുകൊണ്ട് നീ എന്നെ വിട്ടുപോകണമെന്ന് യോഹന്നാനോട് എന്നെ അവൻ പറയാഞ്ഞത്? ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമെന്ന് യോഹന്നാനോട് എന്താ പറയാഞ്ഞത്? കാര്യം യോഹന്നാനോട് പറയേണ്ട കാര്യമില്ല, അവനും പാപിയാ. പക്ഷേ യേശുവിനോട് പറഞ്ഞാലേ പറ്റുള്ളൂ. കാര്യം പത്രോസ് മനസ്സിലാക്കി, എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന എനിക്ക് മീൻ തന്നവനായ യേശു ഉണ്ടല്ലോ, അവനൊരു മിറക്കിൾ വർക്കറൊന്നുമല്ല. അവൻ എൻ്റെ പാപങ്ങളെ ശിക്ഷിക്കുവാൻ അധികാരമുള്ളവനായ മശിഹയാണ് എന്നുള്ളത് പത്രോസ് മനസ്സിലാക്കിയത് കൊണ്ടാണ് പാപിയായ എന്നെ വിട്ടുപോകണമേ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. എൻ്റെ പാപങ്ങളെ ശിക്ഷിക്കുവാൻ അധികാരമുള്ളവനാണ് യേശു എന്നുള്ള തിരിച്ചറിവാണ് അനുതാപമുണ്ടാക്കുന്നത്. അവിടെയാണ് മാനസാന്തരം ഉണ്ടാകുന്നത്. പാപബോധമില്ലാതെ അനുതാപമുണ്ടാവുകയില്ല. അനുതാപമില്ലാതെ മാനസാന്തരമുണ്ടാവുകയില്ല. മാനസാന്തരമുണ്ടാകാതെ വീണ്ടെടുപ്പുണ്ടാവുകയില്ല. വീണ്ടെടുപ്പുണ്ടാകാതെ അനുഗമനമുണ്ടാവുകയില്ല. ഇതിൻ്റെ എല്ലാം ആദ്യത്തെ പടി എന്താണെന്നറിയാമോ? പാപബോധം. പാപബോധമാണ്. ഈ ക്രൂശിൽ അനുദപിച്ച കള്ളൻ്റെ ജീവിതത്തിൻ്റെ സംഭവങ്ങളൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അനുതാപത്തിൻ്റെ മുഴുവൻ പടികളിലൂടെയും ഇവൻ കടന്നുപോയെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മിൽ പലപ്പോഴും നമ്മുടെ സഭകളിലുണ്ടാകുന്ന പ്രശ്നം അനുതാപമില്ലാത്ത സഭാപ്രവേശനമാണ്. നമ്മൾ നല്ലൊരു ശതമാനം ആളുകളും സഭയിലേക്ക് കടന്നു വരുന്നത് അനുതാപമില്ലാതെയാണ്. അവരുടെ പാവങ്ങളെക്കുറിച്ചുള്ള ഓർത്തുള്ളൊരു കരച്ചിലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അവർക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നു കഴിഞ്ഞാൽ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് നമുക്കൊരു ഉപാധിയാകാം എന്നുള്ളതൊഴികെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് ഒരാൾ സഭയിലേക്ക് വരാൻ പാടില്ല. അത്ഭുതങ്ങൾ കണ്ടാൽ അടുത്തത് അവൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കണം. അവൻ ആരാണെന്നും യേശു ആരാണെന്നും അവൻ തിരിച്ചറിയണം. പത്രോസിന് മീൻ കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ മീൻ കിട്ടിയപ്പോൾ മീനും വാങ്ങിച്ചുകൊണ്ട് ഇവൻ വീട്ടിൽ പോയായിരുന്നെങ്കിൽ പത്രോസിന് അനുതാപം ഉണ്ടാകത്തില്ല. മീൻ കിട്ടിയതുകൊണ്ട് അവൻ യേശുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. പക്ഷേ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ മനസ്സിലാക്കി, ഇവൻ സാധാരണക്കാരനല്ല, അത്ഭുതം പ്രവർത്തിക്കുന്നവൻ മാത്രമല്ല, അവൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവൻ അനുതാപം ഉണ്ടായത്.
അപ്പോൾ അവൻ അവനിലേക്ക് നോക്കി. ആദ്യം അവൻ ദൈവത്തെ കണ്ടു, അവൻ യേശുവിനെ കണ്ടു. പത്രോസ് യേശുവിനെ കണ്ടു. യേശുവിനെ നോക്കിയിട്ട് അവൻ അവനിലേക്ക് നോക്കി. ഈ രണ്ട് നോട്ടമാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യം. ഒന്ന്, യേശു ആരാണെന്നുള്ളത് നമ്മൾ കാണുന്നില്ല. നമ്മൾ മീനെ നോക്കുന്നതേ ഉള്ളൂ, ഇല്ലേ? നമ്മൾ മീനെ നോക്കിയാണ്. ക്രൂസൈഡിനകത്ത് ഒരുത്തൻ്റെ കൈ നേരെയായി ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ. ആരുടെ കൈയും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിന് ഒരു കൈക്ക് നീളം കുറവാണ്, അതിങ്ങനെ ഞാൻ നീട്ടാൻ പോകുകയാണ്, നിങ്ങൾ നോക്കണം, എല്ലാവരും കൈയടിച്ചെന്നൊക്കെ പറയുമ്പോൾ ദയവ് ചെയ്ത് എൻ്റെ പൊന്ന് സഹോദരൻ ഇറങ്ങി പോകാൻ പറയണം. ഇങ്ങനെ പിടിച്ച് ആര് കൈ പിടിച്ചാലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അത് ഇച്ചിരി വലിച്ചിങ്ങോട്ട് നീട്ടി ആരുടെ കൈയാണ് നീളാത്തത്? അയാൾ പിടിച്ച് നീട്ടിയാൽ നീട്ടത്തുള്ളൂ. ഞാൻ പിടിച്ച് നീട്ടിയാൽ നീളത്തില്ലയോ? ആര് പിടിച്ച് നീട്ടിയാലും നീളും. അതൊന്നും അത്ഭുതമൊന്നുമല്ല. ഇത് കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും കൈയടിച്ച് എന്തിനാ കൈയടിക്കുന്നത്? ഇയാൾ ഈ മാജിക്ക് കാണിക്കുന്നതിനകത്തോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്ഭുതങ്ങളെ നോക്കി രക്ഷ പ്രാപിക്കാനായിട്ട് വേദപുസ്തകം ഉപദേശിക്കുന്നില്ല. ഇത് മനുഷ്യനെ കളിപ്പിക്കാനായിട്ട്. ഇതൊക്കെ സഹിക്കുന്നവരാണല്ലോ നമ്മുടെ മലയാളികൾ എന്നുള്ളത് കൊണ്ട് എനിക്ക് മലയാളികളോട് ഭയങ്കര ബഹുമാനം തോന്നുന്നുണ്ട്. ദിസ് ഇസ് സംതിങ് വെരി നമുക്ക് ഭയങ്കര കഷ്ടമാണിത്. ദൈവനാമത്തിന് അപമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത്. ദൈവനാമത്തിന് അപമാനം ഉണ്ടാക്കുന്നതായ പ്രവൃത്തി. കൈ പിടിച്ചിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നീളട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് നീട്ടുന്നതാണോ അത്ഭുതം? അതാണോ വലിയ അത്ഭുതം? അതിനെന്തിനെ കൈയടിക്കാൻ പറയുന്നത്? പ്രിയമുള്ളവരെ, അത്ഭുതം നടന്നോട്ടെ, കൈ സൗഖ്യമാകുന്നെങ്കിൽ ആയിക്കോട്ടെ. ഇതൊന്നും പുറമേ നമ്മൾ കാണിക്കേണ്ട കാര്യങ്ങളല്ല. പത്രോസിന് മീനില്ലാതിരുന്നപ്പോൾ കർത്താവ് മീനെ കൊടുത്തു. പക്ഷേ പത്രോസ് മീനെ അല്ല നോക്കിയത്, അവൻ യേശുവിനെ നോക്കി. നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കണം. ഇന്നെല്ലാവരും മീനെ നോക്കാനാണ് പറയുന്നത്. കണ്ടില്ലേ അത്ഭുതം നടന്നത്? കണ്ടില്ലേ? അത്ഭുതം നോക്ക്, മീനെ നോക്ക്. ഇന്ന് മീനെ നോക്കിയാണ് ആൾക്കാർ വരുന്നത്. അത്ഭുതം നടന്നു. അത്ഭുതം നടക്കട്ടെ, അതിനെന്താ? ആ യേശുവിനെ നോക്ക്. യേശുവിനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും യേശു ആരാണെന്ന്. അവൻ മിറക്കിൾ വർക്കറാണെന്നല്ല മനസ്സിലാകുന്നത്, എൻ്റെ പാപത്തെ ശിക്ഷിക്കുവാൻ അധികാരമുള്ളവനായ മശിഹയാണെന്ന് മനസ്സിലാക്കും. അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പത്രോസ് അവനിലേക്ക് നോക്കി, അവൻ യേശുവിനെ നോക്കി, അവൻ അവനിലേക്ക് നോക്കി. നമ്മളെ സ്വാഭാവികമായി നോക്കുന്നത് അരണ്ട വെളിച്ചത്തിലാണ്. പത്രോസ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ യോഹന്നാനേക്കാൾ ബെറ്ററാണ്, അന്ത്രയോസിനേക്കാൾ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയമുണ്ട് അവന്. പക്ഷേ അവൻ കമ്പയർ ചെയ്യുന്നത് അവൻ്റെ സഹോദരങ്ങളുമായിട്ടും കൂട്ടുകാരുമായിട്ടൊക്കെ ആയിരുന്നപ്പം വലിയ കുഴപ്പം അവന് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, യേശുവിൻ്റെ വെളിച്ചത്തിൽ പ്രകാശത്തിൽ അവനെ തന്നെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ എന്നെ വിട്ടുപോകണമേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ. നമുക്കൊക്കെ പറ്റിയ പ്രശ്നം യേശുവിൻ്റെ പ്രകാശത്തിൽ നമ്മൾ ഇതുവരെയും നമ്മളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വെളിച്ചത്തിൽ നമ്മളെ കണ്ടിട്ടുണ്ട്, നമ്മൾ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ യേശുവിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ കാണുമ്പോൾ ദൈവഭയമുണ്ടാകുന്നു. ആ ദൈവഭയമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അനുതാപത്തിൻ്റെയും പാപബോധത്തിൻ്റെയും അനുതാപത്തിൻ്റെയും തുടക്കം. ഇന്ന് സഭയിൽ ഇതുപോലെയുള്ള ഒരു ദൈവഭയമുണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഒരു സുവിശേഷ മീറ്റിങ്ങിൽ ഞാൻ ആദ്യമായിട്ട് പോയ സന്ദർഭം ഞാൻ ആലോചിക്കുന്നുണ്ട്. പള്ളിയിൽ പോയിട്ടുണ്ട്, പക്ഷേ അതല്ല, ഒരു വിശ്വാസികളുടെ മീറ്റിങ്ങിന് ഞാൻ ആദ്യമായിട്ട് പോകുന്ന ഒരു സന്ദർഭം. പെന്തിക്കോസുകാരുടെ ഒരു മീറ്റിങ്ങിന് ആദ്യമായിട്ട് ഞാൻ പോവുകയാണ്. ഞാൻ അവിടെ കയറിയിരുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്നറിയാമോ? എനിക്കിവിടെ ഇരിക്കാനുള്ള യോഗ്യതയില്ലെന്നാണ്. അവിടെ ഇരിക്കുന്ന ജനങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ അവരെ പോലെ അല്ല. എനിക്കവിടെ ദൈവസാന്നിധ്യം ഫീൽ ചെയ്തു. ഞാൻ ചിന്തിച്ചു, എനിക്കിവിടെ ഇരിക്കാൻ ഞാൻ മിസ്ഫിറ്റാണെന്ന് എനിക്ക് തോന്നി. ഞാൻ മിസ്ഫിറ്റാണെന്ന് തോന്നി. നമ്മൾ പിരിവെട്ടി കയറുന്നെന്ന് പറയുന്നത് പോലെ മിസ്ഫിറ്റാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ചെയ്തതെന്നറിയാമോ? ഐ വെൻ്റ് ഔട്ട് സൈഡ്. ഞാൻ പുറത്ത് പോയി കരയാൻ തുടങ്ങി. എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ കരയാൻ തുടങ്ങി. ഇതാണ് എൻ്റെ മാനസാന്തര അനുഭവം. ആരും പ്രസംഗിച്ച് കേട്ടിട്ടല്ല, പ്രസംഗം കേൾക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് യോഗ്യതയില്ല, ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഞാൻ പുറത്ത് പോയി പൊട്ടിക്കരഞ്ഞു. എൻ്റെ പാപങ്ങളെ ഓർത്ത്, പാപങ്ങളുടെ ലിസ്റ്റെല്ലാം ഓർത്തിട്ടൊന്നുമല്ല, ദൈവസന്നിധി നിൽക്കാൻ എനിക്ക് കഴിവില്ലല്ലോ എന്നോർത്തിട്ട്, അതിന് കഴിയുന്നില്ലല്ലോ എന്നോർത്തിട്ട്, എൻ്റെ പാപത്തെ ഓർത്ത് ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ്റെ സന്നിധി നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല. ആ തിരിച്ചറിവാണ് ദൈവഭയം ഉണ്ടാക്കുന്നത്. നമ്മുടെ പ്രശ്നം, നമുക്ക് ദൈവഭയമില്ല, നമ്മുടെ സഭയിൽ ദൈവഭയമില്ല, ദൈവ സാന്നിധ്യം ആർക്കും ഫീൽ ചെയ്യുന്നില്ല.
അതുകൊണ്ട് കയറിയിരിക്കാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. വാസ്തവമായി ദൈവം ഇവരുടെ മധ്യത്തിലുണ്ടെന്ന് നമ്മുടെ യോഗത്തിൽ വന്ന് കയറിയിട്ട് ആരെങ്കിലും പറയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എനിക്കിവിടെ ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു പോയി പൊട്ടിക്കരയുന്ന ഒരു വ്യക്തിയെ ഇന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നമുക്ക് നഷ്ടമായത് ഈ ദൈവഭയമാണ്. അനുതപിച്ച കള്ളൻ മറ്റേ കള്ളനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നാം സമശിക്ഷാവിധിയിലായിരുന്നിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? പ്രിയമുള്ളവരെ, ജനങ്ങളെ ദൈവഭയത്തിലേക്ക് നയിക്കണമെങ്കിൽ നമുക്ക് അത്ഭുതങ്ങൾ കാണിച്ച് വരുത്തിയൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മുടെ സഭകളിൽ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണം. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് പത്രോസിനെ ദൈവഭയത്തിലേക്ക് നയിച്ചത്. കാൽവറി ക്രൂശിൽ കിടക്കുന്ന അനുതപിച്ച കള്ളനെ ദൈവഭയത്തിലേക്ക് നയിച്ചത് വേറൊന്നുമല്ല. എന്ത്? അവൻ്റെ അടുത്ത് കിടക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം. ഹീസ് ഗാഡ്. യേശുവിൻ്റെ സാന്നിധ്യം മാത്രമേ ഒരാളെ പാപബോധത്തിലേക്ക് നയിക്കത്തുള്ളൂ. നമ്മുടെ സഭയിൽ ഉണ്ടാകേണ്ടത് ദൈവ സാന്നിധ്യമാണ്. പ്രിയമുള്ളവരെ, ആരെങ്കിലും കയറി വരുമ്പോൾ ആ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കാൻ കഴിവില്ലാത്തവരായി അവർ പുറത്തുപോയി അലറി കരയുന്ന ഒരനുഭവം ഉണ്ടാകണം. പത്രോസ് അലറി കരയുകയാണ്, പാപിയായ എന്നോട് കരുണ തോന്നണമേ, എന്നെ ശിക്ഷിക്കരുതേ എന്ന് അവൻ പറയുന്നത്. കാര്യം ശിക്ഷിക്കപ്പെടുവാനുള്ള യോഗ്യതയുള്ള അത്ര വലിയ അധർമ്മം ചെയ്തവനാണ് ഞാൻ, പാപിയാണ് ഞാൻ എന്നവൻ പറയുകയാണ്. ഈ അനുതാപത്തിൻ്റെ സ്റ്റെപ്പ് നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ആദ്യം അവൻ തന്നെ താനൊരു അധർമ്മിയാണെന്ന് സമ്മതിക്കുകയാണ്. എന്താ അവൻ പറയുന്നത്? മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധി തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. അവൻ പറഞ്ഞു, നമ്മൾ അനുഭവിക്കുന്നത് ന്യായമായ ശിക്ഷയാണ്. ന്യായമായ ശിക്ഷയാണെന്ന് പറയാൻ കാര്യം എന്താണ്? നമ്മൾ അധർമ്മികളായതുകൊണ്ടാണ് ശിക്ഷ അനുഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കാലയളവിൽ ഒരു വലിയ പ്രശ്നം, നമ്മൾ ആരും ഞാൻ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നെന്ന് പറയത്തില്ല. എല്ലാവരും പറയുന്നത് ഇത് അനുഭവിക്കത്തക്ക രീതിയിലുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്നാണ്. ആലോചിച്ച് നോക്കിയേ, ഒരു നല്ല പനി വന്നാൽ അല്ലെങ്കിൽ നല്ലൊരു രോഗം വന്നാൽ ഉടനെ നമ്മൾ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഞാൻ എന്തോ ചെയ്തിട്ടാണ് കർത്താവെ എന്നെ നീ ഇങ്ങനെ ശിക്ഷിക്കുന്നതെന്ന്. നമ്മുടെ എല്ലാവരുടെയും കാര്യം അതാണ്, ആരുടെയും കുറ്റമല്ല. നമ്മൾ എന്തോ ചെയ്തിട്ടാണ്. എന്നാൽ യഥാർത്ഥ പാപബോധമുള്ളവൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. ദൈവസന്നിധിയിൽ ഒരുത്തൻ അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ എന്തോ ചെയ്തിട്ടാണ് ഞാനിത് അനുഭവിക്കുന്നതെന്ന് പറയാനായിട്ട് പറയുന്നവൻ അവൻ പാപബോധം ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ജോണി എറിക്സനെ കുറിച്ചൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ജോണി എന്ന പേരിൽ. അതിനകത്ത് ഇതേപോലെ തന്നെ ജോണി എറിക്സൺ 17 വയസ്സുള്ളപ്പോൾ ഒരു ഡൈവിങ് ആക്സിഡൻറ്റിൽ, ഐ തിങ്ക് യു ഗെറ്റ് ഇറ്റ് ഹിയർ, ഇവിടെ ഒരു പക്ഷേ കിട്ടിയേക്കും. 17 വയസ്സുള്ള ഡൈവിങ് ആക്സിഡൻറ്റിൽ അവളുടെ ശരീരം ക്വാഡ്രിപ്ലജിക്കായിട്ട് ശരീരത്തിൻ്റെ കഴുത്തിന് താഴോട്ട് കംപ്ലീറ്റ് ആയിട്ട് തളർന്നു പോയി. ഒരു ദിവസം കുടുംബ പ്രാർത്ഥനയിൽ ഈ പെൺകുട്ടി അപ്പനോട് ചോദിച്ചു, ഡാഡ്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ദൈവം എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ആ അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ജോണി, നീ എന്തെങ്കിലും ചെയ്തിട്ടാണ് ദൈവം നിന്നെ ഈ അവസ്ഥയിലാക്കിയെന്ന് പറയാൻ ഞാൻ ഒരുക്കമല്ല. കാരണം ദൈവത്തിന് നമ്മുടെ മേലെ അവകാശമുണ്ട്, അതുകൊണ്ട് അവൻ എന്തും ചെയ്യാം. എന്നാലും ചോദിച്ചത് കൊണ്ട് പറയുകയാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പറയുമല്ലോ, കർത്താവേ, എൻ്റെ പാപങ്ങൾ വെച്ച് നോക്കിയാൽ എനിക്ക് കിട്ടാവുന്ന ന്യായമായ ശിക്ഷ നിത്യ നരകമാണെന്ന്. അത് വെച്ച് നോക്കുമ്പോൾ നിൻ്റെ ശരീരത്തിൻ്റെ തളർച്ച ന്യായമല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അതൊരു വലിയ കാര്യമാണെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ പാപത്തിന് തക്കവണ്ണം പകരം ചെയ്യുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും എല്ലാം നമ്മുടെ പാപങ്ങളുടെ ഫലമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അങ്ങനെ അല്ല വേദോസം പഠിപ്പിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ഞാൻ എന്തോ ചെയ്തിട്ടാണ് നീ എന്നോട് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ അത്ര മോശക്കാരനല്ലെന്നാണ്. ശരിയല്ലേ? ചില ആളുകളൊക്കെ പറയുമ്പോൾ, സാക്ഷി പറയുമ്പം, പ്രിയമുള്ളവരെ, ഞാനൊരു മര്യാദ പാപിയായി അങ്ങനെ ജീവിച്ചു പോരുന്നതായ കാലയളവിൽ ഞാൻ ഒത്തിരി സ്ഥലങ്ങൾ